ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇക്കപ്പ് കടയിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ഇറച്ചിയും കുറച്ച് പോട്ടിയും കൂടെ മേടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇറച്ചിയുടെ ആവശ്യം ഇപ്പോൾ ഇല്ല, കുറച്ച് എല്ലും ഇറച്ചിയും കൂടിയാണ് കേട്ടോ മേടിച്ചുകൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഫ്രീസറിലേക്ക് കൊണ്ടുപോയി മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ അതേ പോട്ടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ പോത്ത് ബീഫ് പോലും വേണ്ട കേട്ടോ. അതാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ. എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടം പോട്ടിയാണ് കേട്ടോ. അങ്ങനെ അതേ 2 കിലോ പോട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് നുറുക്കി കഴുകി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ അത് വേഗം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായിട്ട് നുറുക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾക്ക് ബീഫാണോ പോട്ടിയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്. കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. അപ്പോൾ ഇത് കടയിൽ നിന്ന് തന്നെ നന്നാക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ നന്നാക്കാതെ കൊണ്ടുവന്നാലും നമുക്ക് പെട്ടെന്ന് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ കടയിൽ നിന്നാകുമ്പോൾ അവർ ചുണ്ണാമ്പൊക്കെ ഇട്ടിട്ടായിരിക്കും നന്നാക്കി എടുക്കുന്നത്. ക്ലീൻ ചെയ്തെടുക്കണം ചുണ്ണാമ്പ് ഇട്ടിട്ടായിരിക്കും കേട്ടോ. നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന കഴിയുമ്പോൾ ചൂടുവെള്ളത്തിൽ ഇട്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ നന്നാക്കി എടുക്കാറ്. ചുണ്ണാമ്പൊക്കെ ഇട്ട് നന്നാക്കണം പോട്ടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് വേണം വൃത്തിയായിട്ട് കഴുകി വാരിയെടുക്കാനായിട്ട്. കാരണം ചുണ്ണാമ്പൊക്കെ മതിയായ വിഷമല്ലേ. അതുകൊണ്ട് നമ്മൾ നന്നാക്കാതെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുടുവെള്ളത്തിലിട്ടും കണ്ട് ഇതിൻ്റെ വേസ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് പൊളിച്ച് കളയാൻ പറ്റും കേട്ടോ. ചിരണ്ടി കളഞ്ഞിട്ടും കുറച്ചൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുമാണ് നമ്മൾ വൃത്തിയാക്കി എടുക്കാറ്. പിന്നെ ഇത് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കണം. അങ്ങനെ പോട്ടിയെല്ലാം ചെറുതാക്കി കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്ത് ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചു കേട്ടോ. ഒരു 10-15 മിനിറ്റ് നേരം വെള്ളത്തിലിട്ടതിന് ശേഷമാണ് കേട്ടോ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്തത്. ഈ ട്രൈപോഡ് കയ്യിലില്ലാതെ വീഡിയോ പിടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്നെപ്പോലെയൊക്കെ, അവരൊക്കെ സമ്മതിക്കണം കേട്ടോ. കാരണം നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോകളൊക്കെ പിടിക്കുന്നത്. ഇപ്പം ഞാൻ 4 ചുറ്റൊക്കെ വരച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പോട്ടി കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് പിടിക്കാൻ പറ്റാണ്ടിരുന്നത്. ഫോൺ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമില്ല. പിന്നെ ഒന്ന് വാഷിംഗ് ബേസിൻ്റെ അവിടേക്ക് ആകുമ്പോൾ മൊത്തം വെള്ളം തെറിക്കൂലേ. അതുകൊണ്ട് തന്നെ കൈ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാത്രം കുറച്ച് ഭാഗങ്ങൾ മാത്രമായിട്ട് പിടിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു 4 പ്രാവശ്യമൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ വെള്ളം വരാനായിട്ട് വെച്ചത്. ഒരുപാട് സമയമൊന്നും വെച്ചില്ല, കാരണം രാവിലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ. അതുകൊണ്ട് അതിന് സമയം ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിലേക്ക് ഇത് കഴുകി വെച്ചേക്കണം പോട്ടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയത്ത് ഒട്ടും വെള്ളം ഒഴിക്കണില്ല, കാരണം ഇതിൽ തന്നെ നന്നായിട്ട് വെള്ളമുണ്ട്. പിന്നെ ഒന്ന് ചൂടായി കയറി കഴിയുമ്പോൾ തന്നെ മൊത്തം വെള്ളമായിരിക്കും പോട്ടി. അങ്ങനെ അതേ കഴുകി വെച്ച പോട്ടി ഞാൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് തന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി പോട്ടിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുവാണേ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ തന്നെ കഴുകി പൊടിച്ച മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൈ വെച്ചങ്ങാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകി വെച്ചിട്ട് ഒരുപാട് സമയമൊന്നും വെക്കാത്തതുകൊണ്ട് തന്നെ പോട്ടിയിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളമുണ്ട്. അതുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കണില്ല കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ചങ്ങാണ്ട് നമുക്കൊന്ന് വേവാനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 6-7 വിസിലടിക്കണം കേട്ടോ പോട്ടി വേവാനായിട്ട്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പോട്ടി
വേവാൻ വെച്ചിട്ട് ഇത് ആദ്യത്തെ വിസിൽ വന്നു കേട്ടോ. ഇനി നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ട കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം കേട്ടോ. ഇനി അതും കൂടെ ചെയ്യാം. അങ്ങനെ അത് ഓരോന്നോരോന്നായിട്ട് വിസിലങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഒരു 5-6 വിസിലടിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പോട്ട് നന്നായിട്ട് വേവും കേട്ടോ. അപ്പോൾ അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഉള്ളി ഇതൊക്കെ എല്ലാം റെഡിയാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ അതേ പൊളിച്ച് വെച്ചേക്കണം ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി എല്ലാം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടങ്ങാണ്ട് ഒന്ന് ചതച്ചെടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ വീണ്ടും അടുത്ത വിസിൽ വന്നു കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേക്കും നമുക്ക് 5-6 വിസിലായിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പൊട്ടി വെന്തിട്ടുണ്ടാകും. ഇനി നമുക്ക് ഇതൊന്ന് ചൂടറിയങ്ങാണ്ട് നമ്മുടെ എയറൊക്കെ പോയി കഴിഞ്ഞ് കുക്കറൊന്ന് തുറക്കാൻ പറ്റുന്ന അത്രയും നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ അതേ കുക്കർ തുറന്നു കഴിഞ്ഞു. നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് കേട്ടോ പൊട്ടി വേവാനായിട്ട് വെച്ചത്. പക്ഷേ എങ്കിലും ഒത്തിരി വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. പൊട്ടിയുടെ ഒപ്പം തന്നെ വെള്ളം എടുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ താളിക്കാനായിട്ട് ഇത് ചീൻചട്ടി വെച്ചു കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായതിന് ശേഷം അതേ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി അതിൻ്റെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തു. അതിനൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് ചതച്ച മുളക് 1 സ്പൂണോളം ചതച്ച മുളക് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞത് 2-3 സ്പൂണ് മീറ്റ് മസാലയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ പോട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് താളിച്ചൊഴിച്ച് കഴിഞ്ഞപ്പോൾ പൊട്ടിയുടെ കൂടെ തന്നെ കുക്കറിലുള്ള വെള്ളം കൂടെ ഒഴിച്ചു കേട്ടോ. ആ വെള്ളം മൊത്തം പൊട്ടി കിടന്ന് പറ്റിയാലാണ് നമുക്ക് പൊട്ടിക്ക് അത്രയും കൂടെ ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തോടുകൂടി ഗ്യാസ് തീരുമെന്ന് ഓർത്തുകൊണ്ട് പയ്യെ അടുപ്പിലേക്ക് തീ കത്തിച്ചങ്ങാണ്ട് പിന്നെ അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. അങ്ങനെ അത് ഒരു 3-4 ചിരട്ട ഇട്ട് കൊടുത്തങ്ങാണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം അങ്ങ് പറ്റിച്ചെടുത്തിട്ടോ. നന്നായിട്ട് വെന്ത് പൊട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളമൊക്കെ പറ്റിച്ചെടുത്തിട്ടോ. അപ്പോൾ ഇത് നല്ല പൊട്ടി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലെ തന്നെ ആയതുകൊണ്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ പോട്ടി റെഡിയാക്കിയത്. അതുകൊണ്ട് തന്നെ ഇനി കൂടെ കഴിക്കാനായിട്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ടും പൊട്ടിയും നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരണം കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. എങ്കിലും ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ വരുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോ ഒക്കെ കയറി കിടപ്പുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ കയറി ഒന്ന് കണ്ട് നോക്കുക. കൂടെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.